പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെട്ട രോഹൻ എന്ന ഒരു കൊച്ചുകുട്ടിയുണ്ടായിരുന്നു. ഒരു ദിവസം കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെ കണ്ടു. രോഹൻ സൗമ്യമായി പക്ഷിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി പരിപാലിക്കുകയും സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു. പക്ഷി വീണ്ടും പറക്കാനൊരുങ്ങിയപ്പോൾ രോഹന്റെ കാരുണ്യം മറന്നില്ല. പക്ഷി എല്ലാ ദിവസവും അവനെ സന്ദർശിച്ചു. രോഹനെയും ഗ്രാമത്തെയും മുഴുവൻ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ ലഭിച്ചു. ദയ എപ്പോഴും നമ്മിലേക്ക് തിരിച്ചുവരുമെന്ന് കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ചിലപ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ വഴികളിൽ. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമേഷൻ വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി test2video.board എന്ന് പറഞ്ഞ സൈറ്റ് വരിക. അതിനുശേഷം നിങ്ങൾക്ക് ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത ശേഷം നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കണം. നിങ്ങൾ ജസ്റ്റ് എന്ത് പ്രോംപ്റ്റ് ആണ് വേണ്ടത് അത് കൊടുക്കുക, എന്ത് സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ChatGPT വന്നിട്ട് ഒരു കിഡ്സ് സ്റ്റോറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് അവരാണ് എനിക്ക് അതിൻ്റെ ഒരു സ്റ്റോറി എനിക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന്. ആ സ്റ്റോറി നമ്മൾ കോപ്പി ചെയ്ത ശേഷം ഇവിടെ വന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് താഴെ കുറച്ച് സെറ്റിങ്സ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആനിമേഷൻ ആക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ നമുക്ക് മലയാളം അവൈലബിൾ അല്ല, ഹിന്ദി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മലയാളം അതിനകത്ത് വോയിസ് ഓവർ കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നുള്ള അത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ വോയിസ് സ്റ്റൈല് എങ്ങനത്തെ ആരുടെ സൗണ്ടാണ് വേണ്ടത് അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിയുള്ള വ്യൂ വീഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നമുക്കിവിടെ സൈഡ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പെയ്ഡ് മെമ്പർഷിപ്പ് നമുക്ക് എടുക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീൻ ആക്കുക. അതിനുവേണ്ടി താഴെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഫുൾ സ്ക്രീൻ ആക്കിയ ശേഷം നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയ ശേഷം നിങ്ങളത് റെക്കോർഡ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആകുമ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. അതിനുശേഷം സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കുക. സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സൗണ്ട് മലയാളത്തിലേക്ക് ആക്കാം. അതിനുവേണ്ടി നമ്മൾ വരുന്നത് നർക്കിറ്റ് എന്ന് പറയുന്ന സൈറ്റിലാണ്. ഇവിടെ വന്ന ശേഷം നമ്മുടെ ആ ChatGPT നമുക്ക് തന്ന സ്റ്റോറി നമുക്ക് മലയാളത്തിലേക്ക് ആക്കണം. അതിനുവേണ്ടി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വന്ന ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ മലയാളം ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നർക്കിറ്റിനകത്ത് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം വോയിസ് ഏതാണോ, മെയിലാണോ ഫീമെയിൽ വോയിസ് ആണോ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വന്ന ശേഷം നമ്മളവിടെ പേസ്റ്റ് ചെയ്യുന്ന ആ ഫുൾ സ്റ്റോറി നമ്മളവിടെ പേസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്കത് മലയാളത്തിൽ കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഫുള്ളായിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നർക്കിറ്റ് വരിക. നർക്കിറ്റ് വന്ന ശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഓഡിയോ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പ്ലേ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.